യുവമക്കൾക്ക് ദൈവസ്ഥനെ ഇരിക്കാം. സങ്കീർത്തനം നല്ലൊരു പ്രബോധനം നമുക്ക് തരാൻ വേണ്ടി സ്തോത്രം മുൻപോട്ട് വരുന്നത് നമ്മുടെ ജാലഹള്ളിയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ജോബി ഷോമേലാണ്. പ്രിയപ്പെട്ട ദൈവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ മധ്യത്തിൽ മഹത്വമെടുക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് കഴിഞ്ഞ 2 ദിനങ്ങളിൽ കൺവെൻഷനായും ഇന്ന് പകൽക്കാലം സംയുക്ത സഭാരാധനയായും കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി നൽകിയ വിലപ്പെട്ട സാവകാശങ്ങളെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സെൻറ്ററിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷക്തൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് പ്രയോജനകരമാകുന്ന നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ദൂതുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളമ്പി തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷക്തൻ, മറ്റ് കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാർ, കൂടപ്പെട്ട ദൈവത്തിന് പ്രിയരായിരിക്കുന്ന വാത്സല്യ ദൈവജനം, ഏവർക്കും നമ്മെ സ്നേഹിച്ചവനും നമ്മുടെ പാപം പോക്കി തൻ്റെ രക്തത്താൽ നമ്മളെ വിടുവിച്ചു പിതാവിൻ്റെ സന്നിധിയിൽ നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്ത നല്ലവനാം യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിലുള്ള എൻ്റെ സ്നേഹോഷ്മമായ ആത്മവന്ദനത്തെ അറിയിക്കുന്നു. സന്തോഷത്തോടെ ഇരിക്കുന്നവർ ചിരിച്ചുകൊണ്ട് കർത്താവിനെ ഒന്നുകൂടെ മഹത്വപ്പെടുത്തിയാട്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വായിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചത്. വിശ്വാസി ജീവിതങ്ങൾക്ക് വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ മുതൽക്കൂട്ട് നൽകുന്ന ആത്മീയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗമാണ്. ഇതൊരു മശിഹ സങ്കീർത്തനമാണെന്ന് ഞാൻ പറയാതെ തന്നെ ഇതിൻ്റെ വാക്യങ്ങൾ വായിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവവചന സംബന്ധമായി പ്രബുദ്ധരായിരിക്കുന്നത് കൊണ്ട് ആഴമായി അറിയാൻ കഴിയുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച് പല ഇടങ്ങളിലുമായി പ്രസ്താവിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 2-ാം സങ്കീർത്തനം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മുടെ കർത്താവിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മുമ്പിലായിരിക്കുന്ന തിരുമേശ കർത്താവിൻ്റെ മരണത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണല്ലോ. 22-ാം സങ്കീർത്തനം കർത്താവാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ വരച്ചു കാട്ടുന്ന സങ്കീർത്തനമാണ്. അങ്ങനെ സങ്കീർത്തനങ്ങളിലൂടെ കർത്താവിനെ വളരെ ശക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവ് താനും ഈ ലോകത്തിലായിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യഗണത്തോട്, തന്നോട് ചേർന്ന് വന്നവരോട് തന്നെക്കുറിച്ച് പ്രവാചകന്മാർ അവണ്ണം തന്നെ ന്യായപ്രമാണം, സങ്കീർത്തനങ്ങൾ എന്നിവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം ചില ഇടങ്ങളിൽ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് പുതിയ നിയമസഭയ്ക്ക് സങ്കീർത്തനത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന്. സ്തോത്രം. നമ്മുടെ കർത്താവിനെക്കുറിച്ച് ആഴമായ വെളിപ്പാടുകൾ ഇന്നും നമുക്ക് നൽകിത്തരുന്ന അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ നമുക്കൊരനുഗ്രഹമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി അധരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ ശക്തിയോടെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ സങ്കീർത്തനം നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കർത്താവാം യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് യാഗമായി തീർന്ന് ഉയർത്തെഴുന്നേറ്റ് പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് അനന്തരമുണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് കുറിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എൻ്റെ സമയത്തിൻ്റെ പരിധിക്ക് അകത്തു നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വേഗം ഒന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 3 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ദൈവസന്നിധിയിൽ താണിരിപ്പാനായി ഞാൻ ശരണപ്പെടുകയാണ്. സങ്കീർത്തനങ്ങൾ 110-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്നാമതായി നാം കാണുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. 2, അവനായിരിക്കുന്നത് 4-ാമത്തെ വാക്യത്തിൽ അവൻ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനായിരിക്കുന്നു. 3-ാമത്തെ കാര്യം അവൻ്റെ സേനാദിവസം. സ്തോത്രം. എനിക്ക് തെറ്റിപ്പോയതല്ല, ഞാൻ അതിൻ്റെ ക്രമത്തിന് വേണ്ടി പറഞ്ഞതാണ്. 4 2-ാമത് പറഞ്ഞല്ലോ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റ്
എഴുന്നേറ്റതിനു ശേഷം സ്വർഗാരോഹണം ചെയ്ത് അവൻ എവിടെയായിരിക്കുന്നു? ദൈവസഭയോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത് അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി ഇരിക്കുകയാണ്? തൻ്റെ പിതാവ് തൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുകയാണ്. ഇന്നും അനേക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ, കാത്തിരിപ്പിൻ്റെ വേദന, കാത്തിരിപ്പിൻ്റെ നോവ് അറിയുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. ഏറിയ നാൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കാത്തിരുന്നു, ലഭിച്ചില്ലല്ലോ, താമസിക്കുന്നല്ലോ എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അനവധി നാളായി പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ, നിന്റെ കാത്തിരിപ്പ് അവൻ മറന്നു കളയത്തില്ല. തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനും നീതിമാനാണെന്നും വിശ്വസിക്കുന്നവർ അതരങ്ങളെ ചലിപ്പിച്ച് സന്തോഷത്തോടെ ഇന്ന് പകലിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേസ്, അത് നിന്റെ കരങ്ങളിൽ തന്നെ ലഭിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ശക്തിയോടെ. ഓ, ഇത്രേ ഉറപ്പേ ഉള്ളോ? സ്തോത്രം, ഹല്ലേലൂയ. പാസ്റ്ററെ, അതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് കയറി വരുന്നില്ല. എത്ര നാളുകൊണ്ട് കേൾക്കുന്നത് അവസ്ഥ പാസ്റ്ററെ. സ്തോത്രം. എന്നാൽ വാഗ്ദത്തത്തിൻ്റെ സമയമാകുമ്പോൾ ഹല്ലേലൂയ, സാറയ്ക്ക് ചിരി വന്നാലും ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അടുത്ത ആണ്ടിൽ ആമേ എന്ന് പറഞ്ഞപ്പോൾ സാറയ്ക്ക് ചിരിയാണ് വന്നത്. ഇത്രയും നാളായിട്ട് നടക്കാത്തത് ആമേ ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കുമോ? സാധ്യതകൾ അസ്തമിച്ചല്ലോ എന്ന് പറയുന്നിടത്ത് ആമേ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമായപ്പോൾ സാറ ചിരിച്ചെങ്കിലും ദൈവം നീതിമാനാകൊണ്ട്, ദൈവം വിശ്വസ്തനാകൊണ്ട്, ദൈവം വാഗ്ദത്തത്തെ നിവർത്തിച്ചെങ്കിൽ ഇന്ന് പകലിൽ എന്നോട് ചേർന്ന് വിശ്വസിക്കുവാൻ ആമേ കരുത്തുള്ള ദൈവമക്കളുടെ ശബ്ദമുയരട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. അവിടുന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവാം യേശു ക്രിസ്തു ഇനിയും തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ശക്തി, അവൻ്റെ പ്രവൃത്തി ഈ ലോകത്തിന് ഇതുവരെ വെളിപ്പെട്ടു വന്നിട്ടില്ല. എബ്രായ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് ലേഖനകർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സകലതും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ എല്ലാം അവൻ്റെ കാൽ കീഴെ ഇപ്പോൾ അവന് കീഴടങ്ങിയിരിക്കുന്നില്ല എന്ന് നാം അറിയുന്നു. എന്നാൽ നമുക്കൊരറിവുണ്ട്, ദൈവസഭയ്ക്കൊരറിവുണ്ട്. അത് ഈ ലോകത്തിൻ്റെ അറിവിനേക്കാൾ അപ്പുറമാണ്. ആ അറിവിനെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുകയാണ്: അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരിക്കുകയും എല്ലാം അവന്റെ കാൽ കീഴാക്കി സകലത്തിനും മീതെ അവനെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇന്ന് പകലിൽ അത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ലോകം അവന്റെ ശക്തി കണ്ടിട്ടില്ലെങ്കിലും, ലോകം അവന്റെ അധികാരം കണ്ടിട്ടില്ലെങ്കിലും സഭയ്ക്കകത്ത് അത് ഉണ്ടെന്ന് പൗലോസ് വിളിച്ചു പറയുകയാണ്. വാഴ്ചകളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ, കർത്തൃത്വങ്ങളുടെ മേൽ, എല്ലാ നാമത്തിന്റെ മീതെയും അവൻ ഉയർന്നിരിക്കുന്നവനായി സഭയ്ക്ക് ലഭ്യമായിരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് ബോധ്യപ്പെടുന്നെന്ന് എനിക്കറിയത്തില്ല. ലോകക്കാർക്ക് അത് അറിയത്തില്ലെങ്കിലും സഭയ്ക്കകത്ത് അവനെ അങ്ങനെ നൽകിയിരിക്കുകയാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവസഭയ്ക്കകത്ത് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകലിലും ഈ ആരാധനയുടെ നടുവിൽ അവൻ വന്നിട്ടുണ്ട്. എങ്ങനെയാ അവൻ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ സർവ്വ അധികാരത്തോടെയുമാണ് അവൻ വന്നിട്ടുള്ളത്. സകലവിധമായ ഉയർച്ചയോ ോടുമാണ് അവൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ദൈവസഭയ്ക്ക് ഇവിടുത്തെ പൈശാചിക മണ്ഡലങ്ങളെ കണ്ടിട്ട് മുട്ടുമടക്കേണ്ടുന്നവരും വിറയ്ക്കേണ്ടുന്നവരുമല്ല. നമ്മുടെ അരുമനാഥന്റെ അധികാരത്തിന്റെ മുമ്പിൽ ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുക. എല്ലാ വാഴ്ചകളുടെ മേലും, എല്ലാ അധികാരങ്ങളുടെ മേലും, എല്ലാ കർത്തൃത്വങ്ങളുടെ മേലും ഇന്ന് പകലിൽ നിനക്ക്
ധൈര്യം തരുവാൻ ശക്തിയുള്ളവൻ ദൈവസഭയ്ക്കകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി. ഈ ഭാഗം എഴുതിയിരിക്കുന്നത് ഈ എഫേസ്യർക്കാണല്ലോ. എഫേസ്യ ദൈവസഭ ആസിയ ഭൂഖണ്ഡത്തിലാണല്ലോ. ആസ്യ മുഴുവൻ ഭജിച്ചു പോന്നിരുന്ന, ആസ്യ മുഴുവൻ കീഴടക്കിയിരുന്ന ഒരു വ്യാപാരമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. അർത്തമീസ് എന്ന് പറയുന്ന ഒരു ദേവിയും സ്വർഗത്തിൽ നിന്ന് വീണു എന്ന് അവർ പറയുന്ന ഒരു കല്ലും ആസ്യ മുഴുവനും ഗ്രേറ്റ് ആയിട്ട് ഉയർന്നതായിട്ട് നിൽക്കുമ്പോൾ പൗലോസ് വിളിച്ചു പറയുകയാണ്, ഈ ലോകം മുഴുവനും അത് ഭരിക്കുമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ നടുവിലുള്ളത് അതിനേക്കാൾ വലിയതാണ്. അതുകൊണ്ട് അതിനെ ആരാധിച്ചു വന്നവർ ഈ പൗലോസ് നിമിത്തം ഭയപ്പെടുകയാണ്, അവർ ശങ്കിക്കുകയാണ്. ഓ, ഈ പൗലോസ് നിമിത്തം ഈ ദേവിയുടെ മഹത്വം എന്നേക്കും ഇല്ലാതാകുമല്ലോ. ഇന്ന് പകലിൽ ദൈവസഭയിലുള്ള ദൈവജനമേ, നാം ഉറപ്പോടെ വിശ്വസിച്ചാട്ടെ, നീ നിമിത്തം ദേശത്തിന്റെ അധികാരങ്ങൾ അഴിഞ്ഞു വീഴു, അധികാരങ്ങൾ അഴിഞ്ഞു വീഴു. ദേശത്തിൽ ചുറ്റി വളഞ്ഞു നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും നിന്റെ നിമിത്തം തകർന്നു പോകുമെന്ന് വിശ്വസിക്കുന്നവർ. ഞാൻ ആരോട് പറയാൻ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ല? സ്തോത്രം. പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ എഫേസ്യ ദേശത്തൂടെ, ആസ്യ പ്രദേശത്തൂടെ ചുറ്റി നടന്നപ്പോൾ ഈ പ്രവർത്തികളെ, പൗലോസിന്റെ പ്രവർത്തനങ്ങളെ കണ്ടപ്പോൾ പൈശാചിക മണ്ഡലങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പകലിൽ നിനക്കെതിരെ എതിർപ്പ് വരുന്നതിൻ്റെ പിന്നിൽ, ആർക്കുമില്ലാത്ത എതിർപ്പ് ദൈവസഭയ്ക്കുണ്ടതിൻ്റെ പിന്നിൽ ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അവനറിയാം, നീ ഇവിടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, നീ ഇവിടെ ബലപ്പെട്ട് കഴിഞ്ഞാൽ അതിനവിടെ ഇരിക്കാൻ കഴിയത്തില്ല, അതിൻ്റെ വലിപ്പം കാണിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകലിൽ അറിഞ്ഞോ, എല്ലാ എതിർപ്പുകളുടെ നടുവിലും നമ്മളെ ജയോത്സവമായി നടത്താൻ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരിക്കുന്ന കർത്താവ് ഉള്ളതിനായി കരങ്ങളെ തട്ടി വായുകളെ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു പോരാട്ടത്തിനും നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഇതൊരു വെളിപ്പാടാണ്, ഇതൊരു വെളിപ്പാടാണ്. ഞാൻ നാട്ടിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരച്ചായ സ്ഥിരമായിട്ട് സഭാരാധനയ്ക്ക് താമസിച്ചാ വരണേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഞാൻ അച്ചായനോട് ചോദിച്ചു, എന്താ അച്ചായ സ്ഥിരമായിട്ട് ഇങ്ങനെ താമസിച്ച് വരുന്നേ? ഭയങ്കര പോരാട്ടമാണ് പാസ്റ്ററെ. ഒരു ദിവസം ഇല്ലാത്ത പോരാട്ടം ഞായറാഴ്ച ദിവസമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ പോരാട്ടത്തെ നോക്കിയിട്ടല്ലേ പല കാര്യങ്ങളും പഴിചാരുന്നത്. നമുക്ക് ആത്മീയമായി വളരാൻ പറ്റാത്തതിൻ്റെ കാരണം, നമുക്ക് ആത്മീയമായി മുന്നേറാൻ പറ്റാത്തതിൻ്റെ കാരണം പല പോരാട്ടമാണ്, ആ ശക്തിയാണ്, ആ കുടിയിരിപ്പാണ്. എന്നാൽ ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞോ, നിനക്ക് തന്നിട്ടുള്ള ദൈവത്തിൻ്റെ കൃപ, നിന്റെ മേൽ ദൈവം പകർന്നിട്ടുള്ള ദൈവത്തിൻ്റെ അഭിഷേകം, അത് ആരുടെ മേൽ ചലിച്ചതാണെന്നറിയാമോ? ആ ക്രിസ്തുവിൻ്റെ മേലുള്ളതാണ്. ആ ക്രിസ്തു ആരാണെന്നറിയാമോ? എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വത്തിനും മീതെയുള്ളവനാകൊണ്ട് കൂടോത്രം കണ്ടാൽ പേടിക്കേണ്ടുന്നവരല്ല, ആ വിചാരം കണ്ട് പിന്നോട്ട് പോകേണ്ടുന്നവരല്ല, അന്ധകാര ശക്തികളെ കണ്ടിട്ട് പ്രാർത്ഥനയെ കുറയ്ക്കേണ്ടുന്നവരല്ല. ഇന്ന് പകലിൽ ആ രഹസ്യം തിരിച്ചറിയുന്നവർ ആത്മാവിൽ ഉണരട്ടെ, പുതുക്കം പ്രാപിക്കട്ടെ, ധൈര്യം ഏറ്റെടുക്കട്ടെ, ബലവും ശക്തിയും ധരിക്കട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നുവെങ്കിലും ദൈവസഭയ്ക്ക് അവൻ ആരായിരിക്കുന്നു? അവൻ ഈ വണ്ണം അധികാരം ഉള്ളവനായിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അവൻ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനെന്ന് അവിടുന്ന് സത്യം ചെയ്തിരിക്കുന്നു, അനുദപിക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് പിതാവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കായി പക്ഷപാതം കഴിക്കുന്നുവെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. എങ്ങനെ പക്ഷപാതം കഴിക്കുന്നു? മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതൻ
പുരോഹിതനായി തീർന്നുകൊണ്ട് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതനായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്തോത്രം. അന്ന് അരങ്ങുവാണിരുന്നത്, അന്ന് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നത് അഹരോന്യ പൗരോഹിത്യത്തിന്റെ കീഴിലുള്ളവർ, ലേവി കുലത്തിലുള്ളവരാണ്. ഞാൻ ദാവീദിനെ സമ്മതിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഒരു പൗരോഹിത്യം ഇങ്ങനെ വാണുകൊണ്ടിരിക്കുമ്പോഴും ആത്മാവ് അവന്റെ അതരത്തിൽ കൊടുത്ത ആഴമേറിയ ദൂതിനെ വിളിച്ചു പറയാൻ അവൻ മടിച്ചില്ല. നമ്മളാണെങ്കിൽ ഒന്ന് മടിച്ചു പോയേനെ, അവരെന്തോ വിചാരിക്കും. കാര്യം അഹരോന്റെ പൗരോഹിത്യം ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ വേറെ ഒരു പൗരോഹിത്യം എന്ന് പറയുന്നതൊരു പ്രശ്നമാകത്തില്ലേ എന്ന് നമ്മൾ സംശയിക്കും, നമ്മൾ മടിക്കും. പക്ഷേ ആത്മാവിന്റെ അധികാരം അതരത്തിലുള്ളവൻ അല്പം പോലും ചഞ്ചലിക്കാതെ ദൂതുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് പകലിലും നിന്റെയും നാവിന്മേൽ ആ അധികാരമുണ്ടെങ്കിൽ ഒന്നിന്റെ മുമ്പിൽ മടിച്ചു നിൽക്കേണ്ട. കർത്താവ് തരുന്നത് വിളിച്ചു പറയുവീൻ. സമയത്തിന്റെ ചുരുക്കം മൂലം ഞാനൊന്ന് പറയാം. അഹരോന്യ പൗരോഹിത്യത്തിന്റെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിന്റെ വ്യത്യാസം എന്താണെന്ന്. എബ്രായ ലേഖനത്തിൽ ഇന്നലെ കർത്താവിന്റെ അഭിഷക്തൻ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് തൊട്ടുപോയി. സ്തോത്രം. 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 24-25 വാക്യങ്ങളിൽ അത് എന്നേക്കുമുള്ള പൗരോഹിത്യമാണ്. 25-ാമത്തെ വാക്യം, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. 28-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ പുരോഹിതന്മാരാക്കുമ്പോൾ ആണയുടെ വചനമോ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ മേൽ സ്ഥാപിക്കപ്പെട്ട ദൈവത്തിന്റെ വചനപ്രകാരമുള്ള പുരോഹിതനോ എന്നേക്കും തികഞ്ഞവനായവനെ പുരോഹിതനാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ എനിക്കറിയാം. സ്തോത്രം. ഇന്ന് പകലിലും അറിഞ്ഞുകൊള്ളുക, നിന്നെ രക്ഷിപ്പാൻ കഴിയാതെ വേണം ആ പുരോഹിതൻ ഒരു തടസ്സവുമില്ല. ഈ ലോകത്തിലുണ്ടായിരുന്ന പുരോഹിതന്മാർക്ക് പലപ്പോഴും പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് നമ്മളെ പൂർണ്ണമായി കൈത്താങ്ങാൻ പറ്റുകയില്ല. ഞാൻ ഇച്ചിരൂടെ പച്ചയായിട്ട് പറയട്ടെ, എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ കുഴപ്പം എൻ്റെ പാസ്റ്ററാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? പാസ്റ്റായിരുന്നു, ഈ ചർച്ച ആയതുകൊണ്ടാണ് ഞാൻ വളരാത്തതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ, നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇവിടെ പ്രാദേശിക സഭയിലാക്കിയിരിക്കുന്നെങ്കിലും അഹരോന്യ പൗരോഹിത്യം നിഴലായതിൽ ശുശ്രൂഷിച്ചപ്പോൾ വാസ്തവമായതിന്റെ മേൽ ശുശ്രൂഷ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപുരോഹിതന്റെ അടുക്കലേക്കാണ്. അവന്റെ അടുക്കലേക്ക് അടുത്തു വന്ന് നിന്നെ വിടുവിക്കാതിരിക്കാൻ അവന് കഴിയത്തില്ല. ഇന്ന് പകലിലും വചനം ആവർത്തിക്കട്ടെ, അവൻ പൂർണ്ണമായി നിന്നെ വിടുവിക്കും. സമയം ഏകദേശം കഴിഞ്ഞതുകൊണ്ട് 3-ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പോകുകയാ. സ്തോത്രം. 3, അവൻ്റെ സേനാ ദിവസത്തിൽ തൻ്റെ ജനം തനിക്ക് സമാധാനമായിരിക്കും. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന യുവാക്കളായ മഞ്ഞുപോലെ. ഇന്ന് പകലിൽ ഒന്ന് ശ്രദ്ധിക്കൂ. കഴിഞ്ഞ 2 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് എന്ന് പറയുന്ന അധികാരിയായ സകലത്തിൻ്റെ മീതെയും അധികാരമുള്ളവനെ ദൈവം നമുക്കായി നൽകിയിരിക്കുന്നു. ആർക്ക് നൽകിയിരിക്കുന്നു? സഭയ്ക്ക് നൽകിയിരിക്കുന്നു. 2-ാമത്തെ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചില്ലേ, തികഞ്ഞവനും പൂർണ്ണമായി നമ്മളെ രക്ഷിക്കുവാനും എന്നേക്കും ഇരിക്കുന്നവനുമായ ഒരു പുരോഹിതനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അവൻ്റെ സേനാ ദിവസത്തിൽ നമ്മൾ അവനോടുകൂടെ കാണപ്പെടണം. ഈ കൂട്ടായ്മയുടെ ഒക്കെ ഒരു പ്രഥമമായ ഏറ്റവും പ്രാധാന്യമുള്ള ചിന്തയെന്ന് പറയുന്നത് നമ്മളെല്ലാവരും അവനോടുകൂടെ കാണപ്പെടണം. അവനോടുകൂടെ ആര് കാണപ്പെടും? ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ. അവനോടുകൂടെ പറക്കാൻ കഴിയുന്നവർ അവനോട് കാണാൻ പറ്റും. മണ്ണിൽ വീണ് കിടക്കുന്ന മഞ്ഞ് പ്രഭാത സൂര്യന്റെ കിരണങ്ങളേറ്റ് സ്പർശനമേറ്റ് ഉയരത്തിലേക്ക് പൊങ്ങുന്നത് പോലെ ഇന്ന് പകൽക്കാലവും കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ ഉയർന്നു പോകുവാൻ കഴിയുന്നവർക്ക് അവനോടുകൂടെ ചേരാൻ കഴിയും. അതിനെക്കുറിച്ച് യെശയ്യാവ് 40, 30, 31 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, യൗവനക്കാർ ക്ഷീണിക്കും, ബാല്യക്കാർ തകർന്നു പോകും, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ഇന്ന് പകലിലും നമ്മൾ ഇവിടെ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം, ഒരു ദിവസം അവൻ വരുമ്പോൾ അവനോട് കൂടെ ഉയർത്തപ്പെടും. അതിന് എന്നോ വേണം പാസ്റ്റേ?
പുതുക്കം പ്രാപിക്കണം. ഈ കൂട്ടായ്മയുടെയും നമ്മുടെ സഭാരാധനകളുടെയും നമ്മുടെ കൂടിവരവിൻ്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് പുതുക്കം പ്രാപിക്കുക എന്നുള്ളതാ. പുതുക്കം, യൗവനം കാത്തു സൂക്ഷിക്കുക. ആർക്കേ പോകാൻ പറ്റുകയുള്ളൂ? യൗവനസ്ഥരായിരിക്കുന്നവർക്ക്, ബലമുള്ളവർക്ക്, പറന്നുയരാൻ കഴിയുന്നവർക്ക്. കഴുകൻ അതുകൊണ്ടാണ് പഴയതൊക്കെ കൊത്തിക്കളഞ്ഞിട്ട് പുതിയത് കിളിച്ചു വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാ. ഞാൻ വിശ്വസിക്കുന്നു ഈ കൺവെൻഷനിലും പുതിയ ചില ചിറകുകൾ, പുതിയ ചില തൂവലുകൾ ചിലർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. എന്തിനു വേണ്ടി? അവന്റെ വരവിങ്കൽ പറന്നുയരുവാൻ വേണ്ടി. ആ ആത്മശക്തി ഇന്ന് പ്രാപിച്ചിട്ടുള്ളവർക്കായി, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാപിച്ചിട്ടുള്ളവർക്കായി, ഇന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകപ്രകാരം യൗവനം നിലനിർത്താൻ എല്ലാവരും വളരെ ആഗ്രഹിക്കുന്നവരാണ്. പല പല കണ്ടുപിടുത്തങ്ങളുടെ പുറകിലാണ് ലോകം ഇന്നായിരിക്കുന്നത്. ചിലർ പറയുന്നു സ്പേസിൽ പോയി താമസിച്ചാൽ പ്രായം കുറയുമെന്നാണ് പറയുന്നത്. ചിലർ പറയുന്നു കടലിൻ്റെ അടിയിൽ പോയി താമസിച്ചാൽ എന്തോ ചെയ്യും, മുഖത്തെ ചുളിവ് മാറും എന്നൊക്കെയാണ് പറയുന്നത്. സ്തോത്രം. പക്ഷേ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് പ്രായം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ ചിലരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നമുക്ക് ചില കൈക്രിയകളൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിലും നമുക്കെല്ലാം എന്തായിക്കൊണ്ടിരിക്കുകയാണ്? പ്രായമായിക്കൊണ്ടിരിക്കുക. എന്നാൽ പുറമെയുള്ള ഈ മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ അകമേയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിക്കണം. പുതുക്കം പ്രാപിക്കാൻ ഞാനൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സങ്കീർത്തനങ്ങൾ 103:5 വാക്യം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരേണ്ടതിന് ഞാൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ആരുടെ വായ്ക്ക്? 81 സങ്കീർത്തനം 10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. ഇന്ന് പകലിലും ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കളെ, അതരങ്ങളെ അടച്ച് മൗനമായിരിക്കാനുള്ളവരല്ല, അതരങ്ങളെ തുറക്കട്ടെ. നിന്റെ അതരങ്ങളിൽ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നിന്നെ നിറയ്ക്കുവാൻ വിശ്വസ്ത ദൈവം ഇവിടെ ഉണ്ട്. ഇത്രയും പറഞ്ഞിട്ടും അതരങ്ങളെ തുറക്കാത്തവരുണ്ടോ? ഇന്ന് പകലിൽ ഒരുമിച്ച് അവനോട് കൂടെ പറന്നുയരാൻ കഴിയേണ്ടതിന്, പുതുക്കം പ്രാപിക്കാൻ കഴിയേണ്ടതിന്, വായിൽ നന്മ കൊണ്ട് ദൈവം നിറയ്ക്കേണ്ടതിന് അതരങ്ങളെ തുറന്ന്. ഹല്ലേലൂയ. പുറത്തെ അവസ്ഥകൾ കണ്ട് നമ്മൾ ആരും ക്ഷീണിച്ചു പോകരുത്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. കൊരിന്ത്യർ അവനെ ആക്ഷേപിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 10 അധ്യായത്തിൽ 2 കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസിനെ കുറിച്ച് അവിടുത്തെ ജനത്തിന്റെ ഇടയിൽ ഒരു ടോക്കുണ്ട്, ഒരു സംസാരമുണ്ട്. അതെന്താണെന്നറിയാമോ? അവന്റെ ലേഖനങ്ങൾ കനവും ഊറ്റവും ഉള്ളതാണെങ്കിലും അവന്റെ ശരീരപ്രകൃതി ബലഹീനവും അവന്റെ സംസാരം നിസ്സാരവും എത്രേ. എന്ന് വെച്ചാൽ അവനൊരു നിസ്സാര മനുഷ്യനാണ്, അവനെ ഒന്ന് പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോഴും പൗലോസ് ധൈര്യത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 4 അധ്യായത്തിൽ പൗലോസ് 16 വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ളവേ ക്ഷീണിക്കുന്നുവെങ്കിലും അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന ധൈര്യം. ഇന്ന് പകൽ പുറത്തു പല ക്ഷീണങ്ങളും നിനക്കുണ്ടെങ്കിൽ, പുറത്തു പല തളർച്ചകളും ഉണ്ടെങ്കിൽ, പുറത്തു പല പ്രശ്നങ്ങളും നിനക്കുണ്ടെങ്കിൽ, നിന്റെ അകമേ ഉള്ളത് ദൈവം ശക്തീകരിക്കും. ഒറ്റ ഒരു ദേശം, നിനക്ക് ഒരു പ്രഥമമായി പ്രാധാന്യമുള്ള ഒരു ദേശമുണ്ട്. അരുമനാഥന്റെ വരവെങ്കിൽ നമ്മളും അവനോട് കൂടെ പറന്നുയരണം. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ പ്രത്യാശയിൽ വർദ്ധിച്ചു വരുവാൻ തുടർന്നുള്ള ശുശ്രൂഷകളിലും ദൈവം ബലപ്പെടുത്തട്ടെ. സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.